ഇഷ്ടമാണ്. പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയമായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ അമ്മയെടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക? അമ്മയുടെ പുതിയ ആൽബം കണ്ടോ? എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, ആക്ടിങ് ഇതാക്കണം, റെഡിയാവുമായിരിക്കും. അതെ, തുടക്കം എല്ലാരും കിട്ടില്ലാവണമെന്നില്ലല്ലോ. മോനെ, രേണുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും മോന്റെ അമ്മയാ മോനറിയാം. അത് മാത്രം നോക്കിയാൽ മതി. ഋതപ്പന്റെ ചേട്ടായിയാണ്. ചേട്ടായി എന്നും ഉണ്ടാവണം. നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. ഓ, ഉറപ്പായിട്ടും. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മോഹൻ ഒരു ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവിൽ കുറേയധികം പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ രേണുവിനെ പറ്റി ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇങ്ങനെ ഇപ്പം പറഞ്ഞ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അഭിനയിക്കുന്നതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ്, അതിൽ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ അഭിനയം കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്, അത് അമ്മ ചെയ്തോളും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് രേണുവിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ വന്നൊരു സമയത്തുണ്ടെങ്കിൽ രേണു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മോൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേയധികം ആങ്കേഴ്സൊക്കെ ഭയങ്കര അത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ട്. അമ്മ ചെയ്യുന്നതിന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആക്ടിങ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്, ബട്ട് അമ്മ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു രേണു അതുപോലെ തന്നെ കിച്ചുവും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്, ഇപ്പോൾ അവർ ഒരേ വീട്ടിൽ അതുകൊണ്ടാണ് നിൽക്കാത്തതെന്നൊക്കെ പറഞ്ഞ് കുറേയധികം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും തന്നെയല്ല. കിച്ചു സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് രേണുവിനെ കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ ആവശ്യത്തിനും അതുപോലെ തന്നെ വിളിക്കുകയെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ആ ലൈവിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പോൾ കൊല്ലത്ത് നിൽക്കുന്നു ഉള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചു സുധിയുടെ അമ്മയുണ്ടെങ്കിൽ അവിടെയാണ് ഉള്ളത്. ഇപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിൽ അത്ര വയ്യാതൊക്കെ ഇരിക്കും, അതുകൊണ്ട് തന്നെയാണ് കിച്ചു അവിടെ പോയി നിൽക്കുന്നതെന്നുള്ളൊരു കാര്യം നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറേ പേർക്ക് മനസ്സിലാവുന്നില്ല, കുറേ പേര് അത് കണ്ടിട്ടുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ലൈവിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കണക്ക് സുധിയുടെ അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ടാണ് കിച്ചു അവിടെ പോയി നിൽക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രേണുവായിട്ട് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രേണുവിനെ കുറിച്ചൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അത് കിച്ചു പറയുന്ന രീതിയിൽ. പക്ഷേ കിച്ചു തന്നെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ അഭിനയത്തിന് അമ്മയുടെ ഇഷ്ടമാണ്, അതിലെനിക്ക് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ലൈവിൽ ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിത്തത്തിനെ പറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ചാനലിൽ പോയി അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതിനകത്ത് ഫുൾ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്.